നമ്മൾ പറഞ്ഞു വരുന്നത് ചെറുതായിട്ട് വിധിയെ കുറിച്ചാണ് പറഞ്ഞത്. വിധി ആർക്കും മാറ്റാനായി പറ്റില്ല. വിധി കൽപ്പിക്കുന്ന വിധാതാവിന് പോലും വിധി മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എന്നിൽ പറയും, വിധിച്ചിടുന്ന കർമ്മം മുടങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹം ഒരിടത്ത് എന്നാണ്. വലിയൊരു കാര്യം തന്നെയാണത്. അല്ലെങ്കിൽ അതൊരു രാജസദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജാക്കന്മാരും ഉണ്ട്, കൂട്ടത്തിൽ നമ്മുടെ യവധർമ്മ രാജാവും ഉണ്ട്. പിന്നെ സദസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആളൊക്കെ എന്തോ ദിവസമായിട്ടൊന്ന് റൗണ്ട് അടിച്ച് അടുക്കള വഴി ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് ഒരു എലി ഒരു അടുക്കളയിൽ പുറത്തേക്ക് വരികയാണ്. രാജാവ് ചോദിച്ചു, നീ എന്താ ഇവിടെ? നീ ഇവിടെ കാണേണ്ട ആളല്ലല്ലോ, അതുകൊണ്ടാണ് നീ ഇവിടെ. എലി രാജാവിനെ നോക്കി ഒരു ചിരി ചിരിച്ചു. അയാളാണോ തീരുമാനിക്കണേ? എനിക്കറിയില്ലല്ലോ. എന്താ പറയുക, യമനിയമങ്ങളിലെ ഏറ്റവും വലിയ നിയമം കർത്താക്കുന്ന ഒരാളാണ് രാജാവ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്താണ് അതിൽ നിന്ന് പരുന്ത് പറന്നു വന്നു എലി പിടിച്ചു കൊണ്ടുപോവാണ്. അവിടെ നിന്നും എലി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പിടഞ്ഞു നോക്കുക. ഇപ്പോൾ എലിയുടെ ആയുസ് കിടക്കുന്നത് കുറച്ച് അകലെയുള്ളൊരു പർവ്വതത്തിൻ്റെ മുകളിലൊരു പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ ഭക്ഷണമാണ് ഈ എലി. അതുകൊണ്ടാണ് രാജാവ് ചോദിച്ചത്, എന്താണ് നീ ഇവിടെ? അങ്ങനെ പരുന്ത് അവിടെ പറന്ന് പോകുമ്പോഴേക്കും പിടഞ്ഞ് നേരെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എലി വീണ് കഴിഞ്ഞു. അപ്പോൾ ഏത് രൂപത്തിലായി കഴിഞ്ഞാലും ആ സമയം അടുക്കുമ്പോൾ അതൊരു ഇൻ്റർവ്യൂവിൻ്റെ രൂപത്തിലും കാലം വരാതിരിക്കില്ല. വലിയൊരു അനുഭവമാണല്ലോ. നമ്മൾ പേപ്പറിൽ കണ്ട, ടി വിയിൽ കാണണ്ട, പലരും കാണുമ്പോൾ അപകടമരണല്ലേ, കാര്യമില്ല. നമ്മുടേതായൊരു അറ്റാച്ച്മെൻ്റുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നല്ലത് വരട്ടെ, പ്രാർത്ഥിക്കുക.